അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഏവർക്കും അബു ഐമൻ മീഡിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് 5ാം ക്ലാസ് ഫിഖ്ഹുൽ ഇസ്ലാം 2ാം ഭാഗത്തിലെ 8ാമത്തെ അധ്യായമാണ്. നമുക്ക് വീഡിയോയിലേക്ക് പ്രവേശിക്കാം. അദ്ദർസു സാമിൻ വജബത് ലഹു ഷഫാഅത്തി. ഹജ്ജിനു ശേഷം ഹാജിമാർ പരിശുദ്ധ മദീനയിലേക്ക് യാത്രക്കൊരുങ്ങി. മക്കയിൽ നിന്ന് 450 കിലോമീറ്റർ അകലെയാണ് ആ പുണ്യ നഗരി. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്, അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. ഹാജിമാർ ആവേശത്തോടെ സ്വലാത്ത് ചൊല്ലി. ലോകത്തിൻ്റെ നേതാവ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തെത്തി സലാം പറയണം. കൺകുളിർക്കെ പരിശുദ്ധ മദീന കാണണം. ദുആ ചെയ്യണം. അൽ മസ്ജിദുൻ നബവിയിൽ വെച്ച് നിസ്കരിക്കണം. ഹൃദയത്തിൽ കാലങ്ങളായി താലോലിക്കുന്ന ആ സ്വപ്നം പൂവണിയുകയാണ്. പരിശുദ്ധ മദീനയോട് അടുക്കും തോറും ഹാജിമാരിൽ സന്തോഷവും ആവേശവും നിറഞ്ഞു. പരന്നുകിടക്കുന്ന മരുഭൂമിയിലൂടെ മലനിരകളെ പിന്നിലാക്കി ബസ് വേഗത്തിൽ കുതിച്ചു. വഴിയിൽ ഇടയ്ക്കിടെ ആട്ടിൻപറ്റങ്ങളെയും ഒട്ടകക്കൂട്ടങ്ങളെയും കാണാം. മരുക്കാറ്റിൻ്റെ ആവി പരക്കുന്ന ശക്തമായ ചൂടാണ് പുറത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും ത്യാഗപൂർണമായ യാത്രകളെക്കുറിച്ച് ഓർത്തുപോയി. അല്ലാഹു തആലയുടെ മാർഗത്തിൽ അവർ സഹിച്ച യാതനകൾ അളവറ്റതാണ്. നമ്മൾ പരിശുദ്ധ മദീന എത്താറായി, അമീർ പറഞ്ഞു. മദീന ബറക്കത്തുള്ളതാണ്. മദീനയിൽ ബറക്കത്തുണ്ടാവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള ചെടികളും മരങ്ങളും ബറക്കത്തുള്ളതാണ്. അവ പറിക്കാൻ പാടില്ല. മറ്റു മസ്ജിദുകളിലെ നിസ്കാരത്തേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠമാണ് അൽ മസ്ജിദുൻ നബവിയിലെ നിസ്കാരം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ ഷരീഫിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം വളരെ പുണ്യമുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എൻ്റെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിലുള്ള സ്ഥലം സ്വർഗീയ പൂവനങ്ങളിൽ പെട്ടതാണ്. സ്വർഗീയ പൂന്തോപ്പിൽ വെച്ച് നിസ്കരിക്കുന്നത് ആരെയെങ്കിലും സന്തോഷിപ്പിക്കുന്നുവെങ്കിൽ ഇവിടെ വെച്ച് നിസ്കരിക്കുക. പരിശുദ്ധ മദീനയിലെ ശ്രേഷ്ഠമായ സുന്നത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ സാറ ഖബരി വജബത് ലഹു ഷഫാഅത്തി. എൻ്റെ ഖബർ സിയാറത്ത് ചെയ്താൽ എൻ്റെ ഷഫാഅത്ത് അവന് ഉറപ്പായി. എൻ്റെ വഫാത്തിനു ശേഷം എന്നെ സിയാറത്ത് ചെയ്തവൻ ജീവിതകാലത്ത് എന്നെ സന്ദർശിച്ചവനെ പോലെയാണെന്ന ഹദീസ് കേട്ടപ്പോൾ സന്തോഷം കൊണ്ട് എല്ലാവരുടെയും കണ്ണുകൾ നിറഞ്ഞു. ഔലിയാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും ഖബർ സിയാറത്ത് ചെയ്യൽ പ്രധാനപ്പെട്ട സുന്നത്താണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് ശുഹദാക്കളെ സിയാറത്ത് ചെയ്യുകയും അവർക്ക് വേണ്ടി ദുആ ഇരക്കുകയും ചെയ്യാറുണ്ടായിരുന്നു. മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും ഖബർ സിയാറത്ത് ചെയ്യൽ പുരുഷന്മാർക്ക് സുന്നത്താണ്. മാതാപിതാക്കളുടെ ഖബർ എല്ലാ വെള്ളിയാഴ്ചയും സിയാറത്ത് ചെയ്താൽ ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യുമെന്ന് ഹദീസിലുണ്ട്. അതാ പച്ചക്കുബ്ബ, ആരോ വിളിച്ചു പറഞ്ഞു. വാഹല്ലിൽ ഖുബ്ബത്തിൽ ഖദ്റാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തിൽ ഐനൈനി. ആരംഭപ്പൂവായ മുത്ത് നബിയുടെ ഹദ്റത്തിൽ ചെന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി.
ബെയ്ത്തുകൾ അറിയാതെ നാവിൽ വന്നു. എല്ലാവരും അത് ഏറ്റുപാടി. സാധനങ്ങളെല്ലാം റൂമിൽ വെച്ചു. കുളിച്ച് സുഗന്ധം പൂശി നല്ല വസ്ത്രം ധരിച്ച് എല്ലാവരും അൽ മസ്ജിദുൻ നബവിയിലേക്ക് പുറപ്പെട്ടു. നല്ല തിരക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചാരത്തെത്തി സലാം ചൊല്ലി ശേഷം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനും ഉമർ റളിയല്ലാഹു അൻഹുവിനും സലാം ചൊല്ലി ഖുർആൻ ഓതി ദുആ ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച മിഹ്റാബും അൽ മസ്ജിദുൻ നബവിയിലെ മിമ്പറും അഹ്ലുസുഫ റളിയല്ലാഹു അൻഹും ഇരുന്ന സ്ഥലവും അടുത്തുനിന്ന് കണ്ടു. റൗദയിൽ വെച്ച് നിസ്കരിച്ചു. മനമുരുകി പ്രാർത്ഥിച്ചു. മദീനക്കാർ വലിയ സൽക്കാരപ്രിയരാണ്. അൻസ്വാറുകളുടെ സ്നേഹത്തെയും സാഹോദര്യത്തെയും ഓർമ്മിപ്പിക്കുന്നതായിരുന്നു അവരുടെ പെരുമാറ്റം. ഞങ്ങൾ 8 ദിവസം പരിശുദ്ധ മദീനയിൽ താമസിച്ചു. ധാരാളം സിയാറത്ത് ചെയ്തു. റൗദയിൽ വെച്ച് നിസ്കരിക്കുകയും ഖുർആൻ ഓതുകയും ചെയ്തു. ജന്നത്തുൽ ബഖീഅ സന്ദർശിച്ചു. അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ എന്ന് സലാം ചൊല്ലി. ആയിരക്കണക്കിന് സ്വഹാബികൾ ഇവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ എന്നിവരും ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്നയിൽ നിന്ന് ഖദീജ ബീവി റളിയല്ലാഹു അൻഹായും മൈമൂന ബീവി റളിയല്ലാഹു അൻഹായും ഒഴിച്ച് മറ്റെല്ലാവരും ഇവിടെയാണുള്ളത്. ഞങ്ങൾ മസ്ജിദുൽ ഖുബായിൽ പോയി നിസ്കരിച്ചു. അൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് 3.5 കിലോമീറ്റർ അകലെയാണത്. അവിടെ വെച്ചുള്ള 2 റക്അത്ത് നിസ്കാരം ഒരു ഉംറക്ക് തുല്യമാണെന്ന് ഹദീസിലുണ്ട്. പിന്നീട് മസ്ജിദുൽ ഖിബ്ലതൈനിയിൽ പോയി. അൽ മസ്ജിദുൻ നബവിയിൽ നിന്ന് 4 കിലോമീറ്റർ അകലെയാണത്. ഖിബ്ല മാറ്റം വന്ന സന്ദർഭത്തിൽ ഒരേ നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ച മസ്ജിദാണിത്. ദുആക്ക് ഇജാബത്ത് ലഭിച്ച മസ്ജിദുൽ ഇജാബയും ആദ്യ ജുമുഅ നടന്ന മസ്ജിദുൽ ജുമുഅയും സന്ദർശിച്ചു. ഉഹദിലും ഖന്ദഖിലും പോയി. ഉഹദിൽ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹുവിനെയും മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു ഉൾപ്പെടെയുള്ള ശുഹദാക്കളെയും സിയാറത്ത് ചെയ്തപ്പോൾ അറിയാതെ കരഞ്ഞുപോയി. മടക്കയാത്രയിൽ ബദർ യുദ്ധം നടന്ന താഴ്വരയിൽ പോയി. മദീനയിൽ നിന്ന് ഇവിടേക്ക് ഏകദേശം 158 കിലോമീറ്ററാണുള്ളത്. ബദരീങ്ങളുടെ ഖബറുകളുള്ള മതിൽക്കെട്ടിന് സമീപം ചെന്ന് സലാം ചൊല്ലി യാസീൻ ഓതി ദുആ ചെയ്തു. ബദർ യുദ്ധവേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ടെൻ്റ് കെട്ടി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലത്ത് നിർമ്മിക്കപ്പെട്ട മസ്ജിദുൽ അരീഷിൽ കയറി നിസ്കരിച്ചു. അമലുകളെല്ലാം നീ സ്വീകരിക്കണമേ, മബ്റൂറായ ഹജ്ജിൻ്റെ പ്രതിഫലം നൽകണമേ. അമീർ ദുആ ചെയ്തപ്പോൾ കലങ്ങിയ കണ്ണുകളോടെ ഹാജിമാർ ആമീൻ പറഞ്ഞു. ഇബ്രാഹിം ഹാജിയുടെ ഡയറി ഭാഗം 3. മല്ലം യസുർനി ഫഖദ് ജഫാനി. എന്നെ സിയാറത്ത് ചെയ്യാത്തവർ എന്നോട് പിണങ്ങിയിരിക്കുന്നു. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസാണിത്. നാഥൻ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരപ്പോയി മനമറിഞ്ഞ് സലാം പറയാനും മനസ്സുരുകി പ്രാർത്ഥിക്കാനും നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇനി നമുക്ക് തദ്രീബാത്തിലേക്ക് പ്രവേശിക്കാം. ഒന്നാമത്തെ വർക്ക് നഖ്റഉ വനക്തുബു. നമുക്ക് വായിക്കാം, നമുക്ക് എഴുതാം. 1. മൻ സാറ ഖബരി വജബത് ലഹു ഷഫാഅത്തി. 2. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. 3. അസ്സലാത്തു വസ്സലാമു അലൈക യാ ഹബീബല്ലാഹ്. 4. വഹല്ലിൽ ഖുബ്ബത്തിൽ ഖദ്റാഇ ഖുബ്ബത്തി സയ്യിദിൽ കൗനൈനി അഫ്ളല ഖുർറത്തിൽ ഐനൈനി. 5.
അസ്സലാമു അലൈക്കും ദാറ ഖൗമിൻ മുഅ്മിനീൻ വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ. ഇനി നമുക്ക് രണ്ടാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നദ്കുർ. 1. മദീനയിൽ ഹാജിമാർ സന്ദർശിക്കുന്ന മസ്ജിദുകളും വിശുദ്ധ സ്ഥലങ്ങളും രേഖപ്പെടുത്തുക. ഉത്തരം: മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ റൗള ഷരീഫ, മസ്ജിദുൻ നബവി, അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു എന്നിവരുടെ ഖബ്റു ഷരീഫ്. ജന്നത്തുൽ ബഖീഅയിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന എന്നിവരടക്കം ആയിരക്കണക്കിന് സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിച്ച മിഹ്റാബ്, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുതുബ ഓതിയ മിമ്പർ, അഹ്ലു സുഫ ഇരുന്ന സ്ഥലം, മസ്ജിദുൽ ഖിബ്ലതൈനി, മസ്ജിദുൽ ഇജാബ, മസ്ജിദുൽ ജുമുഅ, ഉഹദ്, ഖന്ദഖ്, ഹംസത്തുൽ കറാർ, മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുമ എന്നിവർ അന്ത്യവിശ്രമം കൊള്ളുന്ന ഇടം, ബദ്ർ യുദ്ധം നടന്ന താഴ്വര. ഇനി നമുക്ക് മൂന്നാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. നുജീബ്. 1. ഖുബാ മസ്ജിദിലെ നിസ്കാരത്തിൻ്റെ ശ്രേഷ്ഠത എന്ത്? ഉത്തരം: അവിടെ വെച്ചുള്ള 2 റക്അത്ത് നിസ്കാരം ഒരു ഉംറക്ക് തുല്യമാണ്. 2. അൽ മസ്ജിദുൻ നബവിയിലെ നിസ്കാരത്തിൻ്റെ മഹത്വം എഴുതുക. ഉത്തരം: മറ്റു മസ്ജിദുകളിലെ നിസ്കാരത്തേക്കാൾ 1000 മടങ്ങ് ശ്രേഷ്ഠം. 3. ജന്നത്തുൽ ബഖീഇൻ്റെ പ്രത്യേകത എന്ത്? ജന്നത്തുൽ ബഖീഅ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹുന്ന എന്നിവരടക്കം ആയിരക്കണക്കിന് സ്വഹാബികൾ അന്ത്യവിശ്രമം കൊള്ളുന്നു. 4. അൽ മസ്ജിദുൻ നബവിയിലെ സ്വർഗത്തോപ്പ് എവിടെയാണ്? ഉത്തരം: മുത്തുനബിയുടെ ഖബറിൻ്റെയും മിമ്പറിൻ്റെയും ഇടയിൽ. 5. ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം: ഉഹദിൽ. 6. ഖബർ സിയാറത്ത് പ്രധാനപ്പെട്ട സുന്നത്താണ് ആരുടെ? ഉത്തരം: ഔലിയാക്കന്മാരുടെയും പണ്ഡിതന്മാരുടെയും മാതാപിതാക്കളുടെയും കുടുംബക്കാരുടെയും ഖബർ സിയാറത്ത് പ്രധാനപ്പെട്ട സുന്നത്താണ്. 7. വെള്ളിയാഴ്ചകളിൽ മാതാപിതാക്കളുടെ ഖബർ സിയാറത്ത് ചെയ്യുന്നതിൻ്റെ മഹത്വമെന്ത്? ഉത്തരം: ദോഷങ്ങൾ പൊറുക്കുകയും നല്ലവനായി രേഖപ്പെടുത്തുകയും ചെയ്യും. ഇനി നമുക്ക് നാലാമത്തെ വർക്കിലേക്ക് പ്രവേശിക്കാം. തഖ്സീസ്. 1. പരിശുദ്ധ മദീന സിയാറത്ത് എന്ന വിഷയത്തിൽ ഒരു കുറിപ്പ് തയ്യാറാക്കുക. പരിശുദ്ധ മദീനയിലെ ശ്രേഷ്ഠമായ സുന്നത്താണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സിയാറത്ത് ചെയ്യൽ. അബൂബക്കർ റളിയല്ലാഹു അൻഹുവും ഉമർ റളിയല്ലാഹു അൻഹുവും മുത്തുനബിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, മുത്തുനബിയുടെ ഭാര്യമാരിൽ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ, മൈമൂന ബീവി റളിയല്ലാഹു അൻഹ ഒഴികെയുള്ള മറ്റു ഭാര്യമാരടക്കം ആയിരക്കണക്കിന് സ്വഹാബത്ത് അന്തിയുറങ്ങുന്ന ജന്നത്തുൽ ബഖീഅ്, ചരിത്രപ്രസിദ്ധമായ ബദർ, ഉഹദ്, ഖന്ദഖ് യുദ്ധഭൂമിയും ബദരീങ്ങൾ അന്തിയുറങ്ങുന്ന സ്ഥലവും, ഉഹദിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെയും മുസ്അബ് റളിയല്ലാഹു അൻഹുവിൻ്റെയും ഖബറും, മസ്ജിദുൻ നബവിയും മസ്ജിദുൽ ഖുബാഉം മസ്ജിദുൽ ഖിബ്ലതൈനിയും മസ്ജിദുൽ ജുമുഅയും മസ്ജിദുൽ ഇജാബയും സിയാറത്തിനുള്ള അവസരവും മദീനയിലുണ്ട്. ഇനി നമുക്ക് അടുത്ത വർക്കിലേക്ക് പ്രവേശിക്കാം. നുഇദ്ദുൽ ജുംല തയ്യാറാക്കാം. 1. സന്ദർശിച്ചു.
മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സന്ദർശിച്ചു. 2. കരഞ്ഞുപോയി. അത് കണ്ട് എല്ലാവരും കരഞ്ഞുപോയി. 3. ദുആ ഇരുന്നു. ഉസ്താദ് ദുആ ഇരുന്നു. 4. യാതനകൾ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹിച്ച യാതനകൾ ഓർത്തുപോയി. 5. പൂവണിഞ്ഞു. കാലങ്ങളായി മനസ്സിൽ താലോലിച്ച സ്വപ്നം പൂവണിഞ്ഞു.